പിതാവ് ഇത് ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ എന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. ഇവിടെ എന്ത് പറഞ്ഞിട്ട് വെഞ്ചരിക്കുമെന്ന് ചോദിച്ചു. ഹലോ പറയൂ, കേൾക്കാം. ഹലോ, ആരായിരുന്നു? ആരെയാ വിളിച്ചത്? ആരെയാ വേണ്ടത്? ഞാൻ ഒരു മറ്റേ ഇടത്തുവേല ഒരു വീഡിയോ കണ്ടിട്ട് ഒരു നമ്പർ കണ്ട് വിളിച്ചതാ. വീഡിയോ ചെയ്ത ആള് തന്നെയാണ്, പറഞ്ഞത്. ആണോ? ഇല്ല ബ്രദറെ, ഞാൻ നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എങ്കിലും ഞാൻ പറയാം. ഞാൻ ഒരു ഹൈന്ദവനാണ്. എൻ്റെ പേര് ബൈബിൾ പ്രകാരേ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നതും ആ അമ്മച്ചി പറയണതും ഒന്ന്, അവര് സംസാരിക്കുന്നത് റിലീജിയൻ മൈൻഡാണ്, ദൈവവിശ്വാസത്തിൽ നിന്നല്ല. അങ്ങനെയുള്ളവരൊരിക്കലും അവര് അച്ഛന്മാരോ മറ്റ് മത സ്ഥാനത്തിരിക്കുന്നവർ പറയുന്നത് അവരത് ഫോളോ ചെയ്യുന്നവരാ, മനസ്സിലായോ? അപ്പൊ അതിനെ നമ്മൾ എതിർത്ത് അവരോട് വർത്താനം പറഞ്ഞ് ഇപ്പൊ നിങ്ങൾ പറയണത് കണ്ടിട്ട് വെറുതെ നമ്മൾ സംസാരിക്കുന്ന ആൾക്കോ പറയുന്ന ആൾക്കൊരു വിലയില്ലെങ്കിൽ കേൾക്കുന്ന ആള് പിന്തിരിയണ്ടേ? അവരെ എന്താന്നറിയോ, അവരുടെ ഉള്ളിൽ കിടക്കുന്ന വിഷം എന്ന് പറയണത് ഈ എറണാകുളം ബസലിക്ക പള്ളിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ചങ്ങനാശ്ശേരി രൂപത മൊത്തം കിടക്കണത്. ഞാൻ ബ്രദറിന്റെ അടുത്ത് പറയാൻ കാരണം, ഞാൻ ബൈബിൾ വായിച്ചു പഠിച്ച ഒരാളല്ല, പക്ഷെ ബൈബിളിനെ കുറിച്ച് അറിയാം. ഞാൻ ഒന്നാം തരം ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. നമ്മുടെ ദേവാലയങ്ങളിൽ അനീതി എന്ന് പറഞ്ഞ് കൺവെൻഷൻ നഗരങ്ങളിൽ പ്രസംഗിക്കുന്നല്ലാണ്ട് സഭാതലത്തിൽ പണം കിട്ടിയാൽ മതി. യേശുവിലാണ് വിശ്വാസം, കീശയിലാണ് ആശ്വാസം. മനസ്സിലായ? പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ബൈബിളിനെ കുറിച്ച് നന്നായിട്ട് നല്ല തരമായിട്ട് പഠിച്ച ഒരു വ്യക്തിയാണ്. 69 വയസ്സുണ്ട്. ബൈബിളിനെ കുറിച്ച് പഠിച്ചിട്ട് എന്താണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്? ദൈവവിശ്വാസത്തിന് ഈ മാധ്യമങ്ങളൊന്നും ശരിയല്ല, ഇപ്പൊ പോകുന്ന രീതികളൊന്നും ശരിയല്ല. എനിക്ക് എന്റെ ബോധ്യമാണ്. കാരണം പള്ളിയില് നേർച്ചപ്പെട്ടി, അമ്പലങ്ങളിൽ ഭണ്ഡാരം, പള്ളിയിൽ കൊടിമരം, അമ്പലത്തിലും കൊടിമരം. അതുപോലെ അമ്പലത്തിലെ വിഗ്രഹങ്ങൾ തോളത്ത് ചുമന്നു കൊണ്ടുപോകണു. ജെറമ്യയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് തെറ്റാണെന്ന്. എന്നാല് പള്ളികളിൽ വാഹനത്തിൽ അലങ്കരിച്ചു കൊണ്ടുപോകണു. ഇത് ഏതാ ശരി? രണ്ടും സെയിം തന്നെ, വ്യത്യാസമില്ല. ഇനി മാതാവിനെ പ്ലാസ്റ്റർ ഓഫ് പാരീസിലുള്ള മാതാവിനെ സാരി ഉടുപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഔസേപ്പിതാവും പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തന്നെ മുണ്ടുടുപ്പിക്കണ്ടേ? ബ്രദറൊന്ന് പറ. ഉണ്ണീശോനെ ഉടുപ്പിടിക്കണ്ടേ? അത് ചെയ്യുന്നുണ്ട്. ഉണ്ണീക്ക് ആലുവയിൽ മാത്രമേ ഉള്ളൂ. അല്ല, 1-2 സ്ഥലത്തുണ്ട് ബ്രദറെ. ഇപ്പൊ ഞാൻ പറയലേ, ഇതിലുണ്ട്, നമ്മുടെ ചേർപ്പഞ്ചിലുണ്ട്. അല്ല, അത് തന്നെ കൃഷ്ണനും ഇത് ചെയ്യിക്കുന്നില്ലേ നമ്മൾ അമ്പലങ്ങളിൽ? അതാ ഞാൻ പറഞ്ഞത്. ഇതിലേതാ വ്യത്യാസം? ദൈവികമെന്ന് പറ. എല്ലാം സെയിം തന്നെ. അതില് ഞാൻ മനസ്സിലാക്കി എന്തെന്നറിയോ, ബ്രദറിനെ കൂടുതൽ എനിക്കറിയില്ല എങ്കിലും നമ്പർ കണ്ടപ്പോ എനിക്കറിയാവുന്നത് നമ്മൾ മറച്ചു വെക്കാനുള്ളതല്ല. ദൈവവചനം ആദരിക്കുന്നവനെ, നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നു, ദൈവവചനത്തെ ആദരിക്കുന്നവനെ ദൈവവും ആദരിക്കും. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, യോഹന്നാൻ 16:37 പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്നെ തിരിച്ചു സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പരസ്പരം സ്നേഹിക്കാൻ, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കാന്നാ പറഞ്ഞു. പിന്നെ യേശു പറഞ്ഞിട്ടുണ്ട്, എന്നേക്കാൾ അധികമായി പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുന്നത് എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞിട്ടുണ്ട്. കേൾക്ക്. അപ്പൊ ഇവിടെ നടക്കണ എങ്ങനെയാണെന്നറിയോ, ഞാനിപ്പോ ഒരാളെ കല്യാണത്തിന് വിളിച്ചാല് അവൻ കൊണ്ടുവന്ന് എന്തെങ്കിലും തന്നെങ്കിൽ പിന്നെ ഞാൻ കടക്കാരനാണ്. അവൻ എന്തെങ്കിലും തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് എത്ര നാണം കെട്ടാണെങ്കിൽ അവര് നമുക്ക് അവരുടെ ഫംഗ്ഷന് വിളിച്ചിരിക്കും. അറിയോ? എന്റെ അനുഭവമാണ് കേട്ടാ. ക്രിസ്ത്യാനി അപ്പൊ ചോദിക്കുമ്പോ പറയുന്നത് കടം വീട്ടാനുണ്ടെന്ന്. ഒരു 2 കുടുംബക്കാര് തമ്മിൽ 7 കൊല്ലമായിട്ട് കേസ് നടക്കുന്നു. എനിക്കറിയാവുന്ന സത്യ. ആ കേസ് നടക്കുന്നതിന് മുമ്പ് അവരുടെ വീട്ടിലൊരു കുഞ്ഞിനെ മാമോദീസ നടന്നപ്പോ ഇവര് 1/2 പവന്റെ മാല കൊണ്ട് കൊടുത്തു. അന്ന് വെറും 3000 രൂപ വിലയുള്ളൂ. 28,000 രൂപ വിലയുള്ളപ്പോ ഇവര് തമ്മിൽ 7 കേസ് നടക്കുന്നു. പക്ഷെ കേസ് കോടതിയിലല്ലേ, ഞങ്ങൾ മാമോദീസയ്ക്ക് വിളിക്കും. കാരണം ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടണമെന്ന്. ഇവര് കൊണ്ട് കൊടുത്ത് അവിടെ നിന്ന് ശരിക്കും എന്റെ ഭാഷയിൽ പറയണ തിന്നിട്ടും പോകുന്നു. അറിയോ? അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു,
ഇത് ഈ മര്യാദ ദൈവികമാകണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ കേസുകൾ പിൻവലിച്ച് നിങ്ങൾ രമ്യതയിലാകണം. അല്ല, അതിനിവര് ബൈബിള് വായിക്കുന്നില്ലല്ലോ. ഇപ്പം ബ്രദർ ഇപ്പൊ ബൈബിള് വായിക്കുന്നു, ഈ കാര്യം ഒരു ബ്രാഹ്മണനായിട്ടും ബൈബിള് വായിക്കുന്നു. ഞാനിപ്പോ ചിന്തിക്കുക, ഈ വ്യക്തിയെങ്കിലും ഇവരൊന്ന് പഠിപ്പിക്കാനായിട്ട് വന്നിരുന്നെങ്കിലും ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇത്രയെങ്കിലും ഞാൻ എന്താ കാരണം എന്നറിയോ, ഈ ബൈബിളിലെ ഹബക്കുക്കിന്റെ പുസ്തകത്തിൽ ഗീവർഗീസ് പുണ്യാളന്റെ പ്രസൻസ് എവിടെയാണ് ഉണ്ടായെന്ന് ബൈബിളിൽ പറയുന്നത്. അല്ലാണ്ട് തമിഴന്മാര് കൊണ്ടുവന്ന് നമ്മുടെ പള്ളിയിൽ സർപ്പത്തിന്റെ രൂപം വെച്ചുകൊണ്ട് പള്ളിക്കാരെ അംഗീകരിക്കണ്ട. പക്ഷെ അവര് കുറെ നോട്ട് കെട്ട് വെച്ചിട്ടുണ്ടാകും. അപ്പൊ അത് നിഷേധിക്കാൻ പറ്റുമോ? ഈ ഹബക്കുക്ക് പുസ്തകത്തിൽ എന്തായിരുന്നു? 3:14 ബ്രദർ വായിച്ചു നോക്കിക്കോ. അഗതിയെ ഒളിവിൽ വിഴുങ്ങാമെന്ന് തന്റെ വ്യാമോഹത്തോടെ ഈ ശത്രുവിനെ ചിതറിക്കാമെന്ന അവന്റെ തല അശ്വരൂഢനായി കുന്തം കൊണ്ട് വാ പിളർന്നു. മനസ്സിലായോ? മുതലയുടെ വാ പിളർന്നു എന്നാണ് എഴുതി വെച്ചിരിക്കണത്. അത് എടപ്പള്ളി പുണ്യാളന് അങ്ങനെയാണ്. അല്ല, അത് ഗീവറീസിനെ കുറിച്ചൊന്നല്ല, അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഹബക്കുക്കില്. അല്ല, ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണെങ്കിലും അതിന്റെ ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ഗീവർഗി സെന്റ് ജോർജ് പള്ളിയിൽ വെച്ചിരിക്കുന്നത് മുതലയുടെ വാ പിളരുന്നതാണ്. ആ വചനത്തെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ ചെറിയ അറിവിൽ പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ ദൈവവചനം പറയുന്നത് 1 കൊരിന്തോസ് 3:16 പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും ആ ആലയം നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അറിയോ? 40 ദിവസം നോയമ്പെടുത്തിട്ട് സകല ജീവികളെ ഈസ്റ്ററിന്റെ മേശപ്പുറത്ത് വെച്ച് കഴിക്കുന്നതാണോ നോയമ്പ്? 50 ദിവസം, 40 അല്ല, 7 ദിവസം വിശുദ്ധ വാരമാണല്ലോ. അതെ. കാരണം 3 ദിവസം സിരയങ്കാര് തിങ്കളാഴ്ച നോയമ്പ് തുടങ്ങും, ലത്തീൻകാര് ബുധനാഴ്ച തുടങ്ങും. അപ്പോൾ പോട്ടെ. പക്ഷെ ഇത് രണ്ടും കണക്ട് ചെയ്ത് വരുമ്പോ വിശുദ്ധ വാരം കണക്കിലെടുക്കണ്ട. മനസ്സിലായ? അപ്പൊ ഇതില് ഈ പറയുന്ന എല്ലാ വിഭാഗത്തിലും ക്ഷീണം തീർക്കുന്നത് അന്നാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ ന്യൂ ടെസ്റ്റ്മെന്റ് റെവലേഷൻ അനുസരിച്ച് ഈ ശാരീരികമായിട്ടുള്ള ഈ ഭക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഒരു ചടങ്ങിന് ഇപ്പൊ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ബ്രദറെ, അതിന്റെ ഒരു കാര്യം എന്താണെന്നറിയോ? ജഡിക താല്പര്യത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് ജഡത്തിന്റെ പ്രവണതകൾക്ക് അനുസരിച്ച് ജീവിക്കാം. അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ റിലീജിയൻ, മതം. അത് ക്രിസ്ത്യൻ മതം, ഹിന്ദു മതം, മറ്റേ എല്ലാ മതങ്ങളും ഉണ്ട്. അതിൽ വേറെ ഈ ബൈബിൾ ഇത്രയും വായിച്ചിട്ട് ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ട് ബ്രദറിന് എന്താണ് തോന്നുന്നത്? യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം? ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്റെ 4 വയസ്സുള്ള മോൻ സംസാരിക്കില്ലായിരുന്നു. ഞാൻ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് എന്റെ ഹൃദയത്തിലുള്ള തെറ്റ് തിരുത്തി ഞാൻ എന്നെ തന്നെ ഹൂ ആർ യു എന്നൊരാളെ ചോദിച്ചാൽ ഞാൻ ആരെന്ന് എനിക്ക് പറയാൻ പറ്റണം. ഇപ്പൊ ഞാൻ നിങ്ങളെ അറിയില്ല, നിങ്ങളെ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല, ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ നോക്കിയപ്പോ ഈ നമ്പർ കണ്ടപ്പോ ഞാൻ ഇത്ര കോൺഫിഡൻസിൽ വിളിക്കണമെങ്കിൽ ഞാൻ ആരെന്ന് എനിക്ക് ബോധ്യം വേണ്ടേ? വേണം. അല്ലാണ്ട് വിളിച്ചിട്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ ഈശോ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും, പുറപ്പാടിന്റെ പുസ്തകം മുതൽ ഉൽപ്പത്തി വെളിപാട് വരെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെയാണ്. നിന്റെ വിശ്വാസം 12 വർഷക്കാലമായ രക്തസ്രാവക്കാരി സ്ത്രീ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഹല്ലേലൂയ പറഞ്ഞു ഓടിപ്പോയില്ല യേശുവിന്റെ കൂടെ. അവനെ ഒന്ന് തൊട്ടാ മതി എന്ന് അവള് ഹൃദയത്തിൽ വിശ്വസിച്ചു. സംഭവിക്കുകയും ചെയ്തു. അവിടുന്ന് യേശു ചോദിച്ചു, ഇത്രയും ജനക്കൂട്ടങ്ങൾ തിങ്ങി നിറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നിന്ന് ഈശോ ചോദിച്ചു, എന്നെ ആരാണ് സ്പർശിച്ചതെന്ന്. സ്പർശനമെന്ന് പറയുന്ന ഹൃദയം കൊണ്ടാണ്, അറിയോ? വിരല് കൊണ്ടോ കൈ കൊണ്ടോ തൊടുന്നതല്ല സ്പർശനം, ഹൃദയം കൊണ്ട്. അപ്പൊ എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് പറഞ്ഞു. കണ്ട, അവള് സൗഖ്യപ്പെട്ടു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിലെ ബെത്സേദയിലെ രോഗശാന്തിയെ കുറിച്ച് പറയുമ്പോൾ നേരിട്ട് യേശു 38 വർഷമായിട്ട് കിടന്ന തളർവാദ രോഗിയെ സുഖപ്പെടുത്താൻ വേണ്ടി വന്നിട്ട് അവനോട് നേരിട്ട് ചോദിക്കുന്നു, നിനക്ക് സുഖപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോന്ന്. അവൻ
ആണെന്നാണോ പറഞ്ഞ്? അപ്പൊ ഞാൻ ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് അവൻ വന്ന് ഇറങ്ങും, എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല. അന്ന് വരെ അവന് പരാതിയായിരുന്നു, അറിയോ? അതെ, ആ പരാതി പറ്റിയാണ് പറഞ്ഞത്. ഇന്ന് നമ്മുടെ മുമ്പിൽ യേശു നേരിട്ട് വന്ന് ചോദിച്ചാലും ക്രൈസ്തവർക്ക് പരാതി ഇല്ലാത്തതുണ്ടോ ബ്രദറെ? ബ്രദർ പറ. ആ പരാതി തന്നെ ആയിരിക്കും ഇവിടെ പറയുന്നത്. ഞാൻ പറയുന്നത് ഇപ്പൊ ബ്രദർ പറയുന്നത് ഇത്രയും വാക്യങ്ങള് അല്ലെങ്കിൽ ബൈബിൾ വചനങ്ങള് ഇവിടുത്തെ എത്ര പേർക്ക് അറിയാമെന്നുള്ള, ഈ മതവിശ്വാസികൾ, ഈ റിലീജിയൻ ഫെയ്ത്തിലുള്ളവർക്ക് എത്ര പേർക്ക് അറിയാമെന്നുള്ള ഞാൻ ചിന്തിക്കുന്നത്. അറിയാവുന്നത് എന്ന് പറഞ്ഞാല് റിലീജിയൻ ഈ ബൈബിള് മാത്രമേ വായിച്ചിട്ടുള്ളൂ, മറ്റു ടെക്സ്റ്റുകൾ വായിച്ചിട്ടില്ലേ? ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. മറ്റ് മതഗ്രന്ഥങ്ങൾ വായിക്കുകയും അതിൽ നിന്ന് ബൈബിൾ വായിക്കുകയും ചെയ്തിട്ടുള്ള ബ്രദറെ വിദ്യാഭ്യാസം ഇല്ല ബ്രദറെ, 7-ാം ക്ലാസ്സുകാരനാ. ഓക്കെ, ഈ മറ്റ് മതഗ്രന്ഥങ്ങൾ വായിക്കുകയും ബൈബിൾ വായിക്കുകയും രണ്ടും കൂടി കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ എന്താണ് വ്യത്യാസം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ബൈബിളില്? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വെളുത്തവനെയും കറുത്തവനെയും നിർത്തിയിട്ട് വ്യത്യാസം കണ്ടുപിടിക്കാൻ പറയുന്ന പോലെയാണ് ഇപ്പൊ ബ്രദർ പറയുന്നത്. പറയണ്ടല്ലേ, ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയുന്നത്? വളരെ ക്ലിയർ ആണ് ബ്രദറെ. ഞാൻ പറയട്ടെ, ദൈവവിശ്വാസത്തിന് ഒരു ലോജിക്ക് പറയാം, അറിയാവുന്നത്. ഉപ്പ് തനിച്ചിരുന്നാൽ അതിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. മുളക് പൊടി തനിച്ചിരുന്നാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അല്ല, തനിച്ചിരുന്നാലേ. എന്നാല് ഇത് രണ്ടും ഒറ്റയ്ക്ക് ഇരിക്കണ്ട, അതുകൊണ്ട് നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനപ്പെടുവോ? അതും പെടൂല. ഉപ്പും മുളകും കൂടി ഒരുമിച്ചുള്ള സംഭവം, ഒരുമിച്ചുള്ളതാക്കിയാലും പ്രയോജനപ്പെടൂല. പക്ഷെ അതിൽ വെളിച്ചെണ്ണ ചേരുമ്പോൾ അത് നമ്മൾ കപ്പ പുഴുങ്ങി മുക്കി കഴിക്കാം, മാങ്ങ മുക്കി കഴിക്കാം. കണ്ട, അതിന്റെ രുചി വേറെയല്ലേ? ഇതുപോലെയാണ്. ഉപ്പും മുളകും ഇട്ടിട്ട് മാങ്ങ മുക്കി തിന്നാറുണ്ട് ഞങ്ങള്. അല്ല, ഞാൻ എന്റെ കുഞ്ഞുനാളിലുള്ള അനുഭവം പറഞ്ഞു. അതിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്താൽ ഉണ്ടാകുന്ന ടേസ്റ്റ് വേറെയാണ്. ഇതുപോലെയാണ് നിന്നിലുള്ള ദൈവത്തെ നീ തിരിച്ചറിയുമ്പോൾ നിന്നെ ദൈവം തിരിച്ചറിയും. നീ ദൈവത്തെ അന്വേഷിച്ച് ഓടി നടക്കണ്ട. അതായത് ഇന്ന് ദൈവം കൃത്യമായിട്ട് യേശുക്രിസ്തു പറഞ്ഞ പോലെ നിന്റെ ഉള്ളിൽ ക്രിസ്തു വന്നിരിക്കുന്നു. യേശുവിന്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ ഉള്ളിലോട്ട്. ഞാൻ എന്തുകൊണ്ടെന്നറിയാം, ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഞാൻ ഇന്നലെ ഒരാളോട് തർക്കിച്ച ഒരു വിഷയമാണ്. യേശു പരിശുദ്ധാത്മാവിനാൽ ജനിച്ച വ്യക്തിക്ക് വീണ്ടും പരിശുദ്ധാത്മാവ് നിറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ യേശുവിൽ നിറഞ്ഞത് ക്രൈസ്തവരോട് ചോദിച്ചു നോക്കിയോ? ബ്രദർ ക്രൈസ്തവനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെങ്കിലും ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് തർക്കിക്കാനല്ല, എന്റെ അറിവ് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുമല്ലോ. മാമോദിസയിലൂടെയാണ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്നാ പറയണേ. അങ്ങനെയാണെങ്കിൽ എന്റെ വിശ്വാസമായിരുന്നു 35 കൊല്ലം മുമ്പ്, അങ്ങനെ മാമോദിസ മുങ്ങിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് എപ്പോഴും പരിശുദ്ധാത്മാവിനെ കിട്ടും, പിന്നെ ചോദിക്കുന്നതൊക്കെ കിട്ടും എന്ന് വിശ്വസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ മാമോദീസയിലൂടെ അല്ല ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് കിട്ടണമെന്ന് ഏക തെളിവാണ് ജോർദാൻ നദിയിലെ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ യോഹന്നാനിലൂടെ യേശു സ്നാനം സ്വീകരിച്ചപ്പോൾ യേശു ചെന്ന് പറയുന്നു, ദൈവപുത്രൻ പറയുന്നു മനുഷ്യപുത്രനോട്, യോഹന്നാൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനാണ്, യേശു പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനാണ്. അപ്പൊ ആ വ്യക്തി ചെന്ന് പറയുന്നു, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നിടത്ത് നീ എൻ്റെ അടുക്കെ വരുന്നു. അപ്പോൾ യേശു പറയുന്ന ഒരേ ഒരു മറുപടി, ഇപ്പോൾ ഇത് സമ്മതിക്കുക, സർവ്വനീതിയും പൂർത്തിയാക്കേണ്ടതിന്. യെസ്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? സ്നാനം കഴിഞ്ഞ ഉടനെ അവൻ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടുവന്ന ഇൻഡിവിജ്വലാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവസാന്നിധ്യം ഉണ്ടാകുന്ന തിരിച്ചറിയണത്, അറിയോ? അല്ല, യേശുവിന് ശരിക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ആവശ്യമില്ല യഥാർത്ഥത്തില്. ഇല്ല, പരിശുദ്ധാത്മാവല്ലല്ലോ വന്നത്, ദൈവാത്മാവല്ലേ വന്നത്. അല്ല, യേശു തന്നെ ദൈവമായിരിക്കെ അത് ആ ട്രിനിറ്റിയുടെ റെവലേഷനാണ് ശരിക്കും അവിടെ കാണുന്നത്. അത്രേ ഉള്ളൂ. പരിശുദ്ധാത്മാവ്, അതെ, അത് ത്രിയേക ദൈവത്തിന്റെ പ്രസൻസ് അവിടെ തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ സ്നേഹിത, ഇപ്പൊ നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിക്കില്ല, പക്ഷെ ഇത്രയും കേട്ടപ്പോഴേ സഹോദരന്റെ ഉള്ളിൽ ഒരു ഉണർവ് വന്നില്ലേ? ആ ചേച്ചിയോട് സംസാരിച്ചപ്പോ ഒരു എന്തുണർവാ കിട്ടിയത്? നെഗറ്റീവ് അല്ല, അവിടെ നമ്മൾ ഒറ്റ കാര്യം ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെയല്ല, അത് നിങ്ങളുടെ ഡ്യൂട്ടി, അതിന്റെ അല്ല ഞാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഇൻസ്പിറേഷൻ എന്നല്ലേ ഇംഗ്ലീഷിൽ പറയാം,
അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി വരണം. ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യണം. ദൈവവചനം കേൾക്കുമ്പോൾ അതാണ് എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറഞ്ഞത്, അവൻ നമ്മളോട് സംസാരിച്ചിരുന്നപ്പോ നമ്മുടെ ഉള്ളം ജ്വലിച്ചിരുന്നില്ലേ എന്ന് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ ബ്രദർ വിശ്വസിക്കുവോ? 100% ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ഈശോ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ 35 വർഷമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ ചർച്ചിലൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇപ്പൊ 69 വയസ്സായി. പോയിക്കൊണ്ട് കൊറോണയ്ക്ക് ശേഷം എങ്ങും പോയിട്ടില്ല. കൊറോണയ്ക്ക് മുമ്പ് ഏതെങ്കിലും ഈ റിലീജിയസ് ഫെയ്ത്തിൽ ഞാന് പള്ളികളിൽ ഞാൻ പോകുമായിരുന്നു, പള്ളികളിൽ പോകുമല്ലായിരുന്നു. പക്ഷെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യില്ല. ഈ പോകുമ്പോ ഈ ബൈബിള് വായിക്കുകയും ഈ പോവുകയും ചെയ്തപ്പോ ഈ റിലീജിയസ് ഫെയ്ത്തിനെ കുറിച്ച് കൃത്യമായി മനസ്സിലായി. ഞാൻ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞല്ലോ, റിലീജിയൻ ഒരു കാരണവശാൽ 14 കൊല്ലം സെമിനാറിൽ പഠിച്ച അച്ഛൻ എന്റെ മുമ്പിൽ ഇരുത്തിക്കോ, ഞാൻ 1 മണിക്കൂർ 100 വചനം പറയാം, അങ്ങേര് 10 വചനം പറഞ്ഞാൽ മതി കണക്ട് ചെയ്ത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കടലാസിൽ എഴുതി പള്ളിയിൽ പ്രസംഗിക്കുന്ന പോലെയല്ല. ഞാനിപ്പോ നിങ്ങളെ വിളിച്ചിട്ട് സംസാരിക്കാൻ ഇവർ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതല്ലല്ലോ പറഞ്ഞത്. ലൂക്ക 12:12 പറയുന്നു, ഉന്നതാധികാരികളുടെ മുമ്പിലോ ന്യായാധിപന്മാരുടെ മുമ്പിലോ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്തുത്തരം പറയണമെന്ന് നിങ്ങൾ ഉത്കണ്ഠാകുലരാവണ്ട, ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. കണ്ട, പരിശുദ്ധാത്മാവിന്റെ പവർ എന്ന് പറയുന്നതേ വെറുതെ കുറെ ആളുകൾ ഒരു ഗ്രൗണ്ടിൽ കയറി ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവല്ല. കയ്യിലിരിപ്പ് മാറ്റണം. ദൈവവചനം പഠിക്കുകയും വേണം. വചനത്തില് ഒരാൾക്കും ഒരു താല്പര്യമില്ലല്ലോ വെറുതെ. അതായത് ബൈബിള് വായിക്കുന്ന എത്ര പേരുണ്ടാവും ഇതിന്റെ അകത്ത്. ഇപ്പൊ ഞാൻ ബേസിക്കലി ഞാൻ കത്തോലിക്ക സഭയിൽ നിൽക്കുന്നത്. പക്ഷെ ഒരു കത്തോലിക്കനായിട്ടുള്ള ഒരു എത്ര പേർക്ക് ബൈബിള് വായിക്കുന്ന ആളുകൾ? ഒരു കാര്യത്തില് ക്രൈസ്തവരും മിടുക്കരാകട്ടാ. 91-ാം സങ്കീർത്തനം ഉറക്കത്തിലും വിളിച്ചു പറയും. അത് കാണാതെ പഠിച്ചേക്കുന്നത്. അതിലാണ് പറഞ്ഞിരിക്കുന്നത്, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും എന്ന് പറഞ്ഞിട്ട്. അതിൽ മാത്രമല്ലല്ലോ, നിന്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ തന്നെ കരങ്ങൾ വഹിക്കും. പോസിറ്റീവാണല്ലോ മുഴുവൻ. പക്ഷെ സങ്കീർത്തനം 34 എന്ന് വായിക്കാൻ പറയുമ്പോ ഇവർക്ക് പറ്റില്ല. യെശയ്യാ 43:5 പറയും, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ എന്ന് പറയും. പക്ഷെ സങ്കീർത്തനം 34:7 പറയൂല. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ലെന്ന് എഴുതി വെച്ചിരിക്കണേ. വെറുതെ ഭയപ്പെടേണ്ട. ഞാൻ എന്റെ ഇപ്പൊ കോട്ടയത്തേക്ക് പോകുമ്പോ ഒരു കള്ളുഷാപ്പിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, യേശു ഈ ഭവനത്തിന്റെ രക്ഷകനെന്ന്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താൻ, എനിക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എനിക്ക് ഒരിക്കലും ഒരു ബിഷപ്പ് പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷന് എനിക്ക് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി. അതൊരു 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചതാണ്, പിതാവ് ഇത് ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ എന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്, ഇവിടെ എന്ത് പറഞ്ഞിട്ട് വെഞ്ചരിക്കുമെന്ന് ചോദിച്ചു. കാരണം എന്തെന്നറിയോ, സാധാരണ ബാർ ഒരു വീട് വെഞ്ചരിക്കുമ്പോ പറയും ഇവിടുത്തെ വസിക്കുന്നവരെയും ഇവിടെ വരുന്നവരെയും ഇവിടെ താമസിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു പറയും. ഒരു വ്യാപാര സ്ഥാപനം വെഞ്ചരിക്കാൻ പോകുമ്പോ ഇപ്പൊ നമ്മുടെ ബൈബിൾ പ്രകാരം പന്നി ഫാം തെറ്റാണ്. പക്ഷെ ഇപ്പൊ അങ്കമാലിയിലെ മിക്ക അല്ല, ആയിക്കോട്ടെ, അതിന്റെ കാരണം കൂടി പിന്നെ പറഞ്ഞുതരാം. അപ്പൊ അവിടെ പോകുമ്പോ ഈ നിഷിദ്ധ വസ്തുക്കൾ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കരുത്, അത് വേറെ, അത് അവിടെ നിൽക്കട്ടെ, നമ്മൾ ആ വിഷയത്തിലേക്ക് പോകില്ല. അപ്പൊ ഞാൻ പിതാവിനോട് ചോദിച്ചു, ഈ ബാറാണെന്ന് അറിഞ്ഞപ്പോൾ എന്തു പറഞ്ഞിട്ട് വെഞ്ചരിക്കുമെന്ന് ചോദിച്ചു. ലൂക്ക 19:1 മുതൽ 10 വരെ വായിക്കുമെന്ന് ചോദിച്ചു. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് വായിക്കുമെന്ന് ചോദിച്ചു. എന്നെ അവിടെ നിന്ന് ഓടിച്ചിടുകയാണ് ചെയ്തത്. ചോദിക്കണ്ടേ, സത്യം ചോദിക്കാം. അറിവില്ലാതെ കൊണ്ട് ചോദിച്ചൂടെ? നിങ്ങളുടെ വീട് വെഞ്ചരിക്കാൻ വരുന്ന പുരോഹിതൻ വായിക്കുന്നത് ലൂക്ക 19:1 മുതൽ 10 വരെയാണ്. ഇവനും എബ്രാഹത്തിന്റെ സന്തതിയാണ്, നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടും കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ലൂക്ക 19:10 ഇതാണ് വായിക്കണത്. അത് വായിക്കാൻ പറ്റില്ലല്ലോ അവിടെ. പിന്നെ ഇപ്പൊ അതിന് മുമ്പ് കുടുക്കിലാക്കുന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ സമ്മതിക്കുമോ? അത് സമ്മതിക്കാതെ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നതാണ്. യോഹന്നാൻ 8:32 സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാ പറഞ്ഞിരിക്കണേ. ആ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്നുണ്ട് അവർ ഇത് ചോദിക്കുന്നത്. 12 വർഷമായി ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഉത്തരം കിട്ടി. അറിയോ, വേളാങ്കണ്ണിയില് അമ്പലങ്ങളിൽ ചരട് കെട്ടുന്നത് തെറ്റാണെന്ന് പ്രസംഗിച്ച ഒരച്ഛൻ
വേളാങ്കണ്ണിയിലെ വെള്ള നൂല് കെട്ടുന്നതും അവിടെ നൂല് കെട്ടുന്നതും ശരിയാണോ അപ്പോ? ഇല്ല. ഇപ്പൊ എന്ത് പറ്റിയെന്നറിയോ? ഇത് ദുരാചാരമാണെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ മാർച്ച് മാസം ഡിക്ലറേഷൻ വന്ന അവിടെ ഒരിടത്തും ഇത് വിൽപ്പനയോ കെട്ടാനോ പാടില്ല, അറിയോ? അത് എടത്തുവാലും ഈ ചരട് കെട്ടുന്നുണ്ടല്ലോ. എല്ലായിടത്തും ഉണ്ടെന്നേ. ബൈബിൾ എസേക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണെന്ന്. അവ ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പൊട്ടിച്ചു കളയുമെന്ന്. എടത്തുവാല ഒരു കാര്യമുണ്ട്. എടത്തുവാല ചരട് കെട്ടിയുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സാധിക്കുമ്പോഴേക്കും ആ ചരട് തന്നെ പൊട്ടിപ്പോകും. പുണ്യാളത് പൊട്ടിച്ചു കളയും. എനിക്ക് അനുഭവം ഉണ്ട് ബ്രദറെ. ഞാൻ അവിടെ എടത്തുവാല് പോയി മുട്ടയിൽ നടന്ന് ഞാൻ ഒന്നാമത്തെ 3.5 വയസ്സിൽ പോളിയോ വന്ന ആളാ. പക്ഷെ എടത്തുവാല് ഒത്തിരി പ്രഘോഷകരുണ്ട്. അതുപോലെ കുറെ ആൾക്കാരെ എനിക്കറിയാം പ്രസംഗിക്കുന്നവര്. ആ പള്ളിയിൽ പ്രസംഗിച്ചിട്ടുള്ളവനാണ്. പക്ഷെ പണം കിട്ടിയ ദൈവത്തെ കവാത്ത് മറക്കാൻ പാടില്ല ബ്രദറെ. മനസ്സിലായി? പണത്തിന് വേണ്ടി ദൈവത്തെ വിൽപ്പന നടത്തുന്നവര്, ദൈവത്തെ ഉപയോഗിക്കുന്നവര്. പക്ഷെ പണം ദൈവത്തെ ഉപയോഗിക്കാനല്ല പഠിക്കേണ്ടത്, അനുസരിക്കാൻ പഠിക്കണം, അറിയോ? അതിനാണ് 10 കൽപ്പനകൾ പറഞ്ഞേക്കണം. ഈ കാര്യങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. അതൊന്നും മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാന്നറിയോ? ഇപ്പൊ ആ ചേച്ചി പറഞ്ഞില്ലേ കുണ്ടി കുർബാന, ഇതും പറഞ്ഞ് അവര് നാളെ പോയി കുമ്പസരിച്ചാ തീർന്നെന്നാ വിചാരിക്കണേ. വാക്ക് പോലും ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിന്റെ കാരണം എന്തെന്നറിയോ? 14 കൊല്ലം സെമിനാറിൽ പോയി പഠിച്ചിട്ട് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ഭാഗങ്ങൾ തമ്മിലുള്ള ഒരു അടി. ഇപ്പൊ മെയിൻ ആളുടെ വിചാരം, ആ സിസ്റ്ററിന്റെ വിചാരം, ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതക്കാരനായതുകൊണ്ട് ഞാൻ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി ഇവിടെ ഈ പരിപാടി ചെയ്തതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ ഞാൻ അതിന്റെ പിറ്റേ ദിവസം ഇട്ടിരിക്കുന്ന വീഡിയോ തങ്കിപ്പള്ളിയിലെ മുടി വളരുന്ന രൂപത്തെ കുറിച്ചിട്ടാണ്. കൊരട്ടിപ്പള്ളിയെ കുറിച്ച് നമ്മൾ എത്രയോ വീഡിയോ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അവരുടെ വിചാരം ഞാൻ തങ്കിപ്പള്ളി ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ്. മനസ്സിലായോ? ഇവിടെ ഒറ്റ കാര്യമുള്ളൂ. റിലീജിയനിൽ വഴക്ക് നടക്കുന്നുണ്ടെങ്കിൽ 1 തിമോത്തി 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് സത്യം. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. ഡിനോമിനേഷൻ ഫൈറ്റ് ഫുൾ അത് തന്നെയാണ്. ഇതിൽ കൃത്യം പറഞ്ഞിട്ടുണ്ട്. കേരളത്തില് 141 പള്ളിക്കെട്ടിടങ്ങളില് ബാറുണ്ടായിരുന്നു, അറിയോ? വോൾഗ ബാർ കാർമൽ മൊണാസ്ട്രിയുടെ മുമ്പിലായിരുന്നു, അറിയാവോ? നിർത്തലാക്കിയവനാ. കാരണം പള്ളിക്കെട്ടിടങ്ങളിൽ അനുവദിച്ചിട്ട് പിന്നെ മദ്യത്തിനെതിരെ വട്ടപ്പറമ്പിൽ അച്ഛൻ പ്രസംഗിച്ചാൽ ശരിയാകോ? ഞാൻ ചോദിച്ചതാണ്. അങ്ങനെ അവിടെ നിരാഹാരം ഇരുന്ന് പൂട്ടിച്ചതാണ്. അതാണ് ഇപ്പൊ വോൾഗ ഫാമിലി റെസ്റ്റോറന്റ്, അറിയോ? ഞാൻ പോയി ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. പള്ളിയിൽ കുർബാന കഴിയുമ്പോ തൊട്ടടുത്ത് ബാർ. എങ്ങനെ ആലോചിച്ച് 100 മീറ്റർ പോലും ഇല്ല. അത് എറണാകുളം ബാനർജി റോഡിൽ കണ്ടാൽ അറിയാം. ക്യൂൺമേരി ബാർ മാതാവിന്റെ പേരിലുണ്ടായിരുന്ന ബാറായിരുന്നു. ആചാര്യപറമ്പിൽ ബിഷപ്പ് ഇപ്പോ ജോയ ലൂക്കാസിന്റെ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലം. ചിന്തിച്ചു നോക്കിയേ. ഇത് അവരെ കുറ്റം പറയണതല്ല, അത് വേറെ ലെവല്, അത് റിലീജിയൻ. അല്ല, ഞാനത് യൂട്യൂബിൽ ഞാനൊരു ക്ലാസ് തന്നെ ഇട്ടിട്ടുണ്ട്. ക്രിസ്തു മതം ക്രിസ്തു മാർഗവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതെന്തായാലും ദൈവത്തിന് ഒത്തിരി നന്ദി. എന്തെങ്കിലും വേഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇല്ല, എന്തായാലും വിളിച്ചതിൽ വലിയ സന്തോഷം. കാരണം ഈ ഒരു റിലീജിയസ് ഫെയ്ത്ത് ഇതാണെന്നുള്ളത് പലരും തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പള്ളിയിൽ നിന്ന് ചീട്ട് കിട്ടൂല. അതന്നെ അതൊക്കെ തന്നെയാണ്. എന്തായാലും മറ്റൊരു വിശ്വാസത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് വന്ന ബ്രദർ വിളിച്ച് ഈ ഒരു കാര്യം പറഞ്ഞൊരു വലിയ സന്തോഷം.